ഗുയ്സ് നമ്മുടെ ആദ്യത്തെ കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വളരെ യാദൃശ്യമായിട്ട് കയറി പിടിച്ച അടുത്ത സാധനം അവിടെ കയറിയിട്ടുണ്ട്. ആണ്ടേ പതിയെ എടുത്താൽ മതി കേട്ടോ. ആ ചെറുതോ വലുതോ, ഇതാണോടെ ചെറുത്, ഇതാണോ ചെറുത്. ഹലോ ഗുയ്സ്, നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നമ്മുടെ കൊഞ്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതും കഴിച്ചുകൊണ്ട് ഇട്ടിട്ട് കൊഞ്ചിനെ പിടിക്കുന്നത്, ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ പേര് മനോജ്, എൻ്റെ കൂടെ ഉള്ളത് വേണ്ട നമ്മുടെ തൊട്ടുപുറയിൽ അഖിൽ നിൽപ്പുണ്ട്, വിജിത്ത്, പ്രവീൺ. നമ്മൾ ശരിക്കും ഇപ്പോഴേ കൊഞ്ചിനെ പിടിക്കാൻ തുടങ്ങുന്നില്ല, നമ്മൾ കുറച്ച് ലേറ്റാവും. കാര്യം കുറച്ച് ഇരുട്ടായെങ്കിൽ മാത്രമേ കൊഞ്ചൊക്കെ ഒന്ന് ഇറങ്ങി നല്ലപോലെ വന്ന് ഈ സൈഡ് വാരം കണ്ടോ, ഈ സൈഡ് വാരത്തൊക്കെ കൊഞ്ച് വരും. അപ്പം അതിനെയൊക്കെ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ കുറച്ച് കുറുവയും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിത്തുങ്ങൾ. അതുകൊണ്ട് ഒരാൾ അങ്ങേറ്റത്തോട്ട് പോകുന്നു, ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരുത്തനും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ നിന്നിട്ട് കുറച്ച് കുറുവയൊക്കെ പിടിക്കട്ടെ. ഗുയ്സ്, നമ്മുടെ ആദ്യത്തെ കൊഞ്ചിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വളരെ യാദൃശ്യമായിട്ട് കയറി പിടിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത്രയും നേരം മറ്റേ കുറുവപ്പരലിനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കയറി പിടിച്ചാണ് ഇത്. വേണ്ട കണ്ട കൊഞ്ചിനെ കണ്ട, നല്ല സൈസ് സാധനം, അട്ടാറ് സാധനം. എവിടെ ഉടക്കി? അയ്യോ എൻ്റെ മീശയിൽ ഉടക്കി എടുത്ത് സാധനം നോക്കെ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് കയറി പിടിക്കുന്നുള്ളത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം കുറച്ച് ഇരുട്ടായി വരുമ്പോഴേ ഈ സാധനം കൂടുതൽ അടിക്കത്തുള്ളൂ. നമ്മൾ കണ്ട് ടോർച്ചടിച്ച് ഇതിനെ കണ്ട് സ്പോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തീറ്റ കിട്ടിനെ പിടിക്കുന്നത്. എന്തായാലും കൊള്ളാം, ചെറുക്കൻ ആദ്യത്തെ സാധനത്തിനെ എങ്ങനെ പൊക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടില്ലേ, ഒരു ചെറിയ ഏട്ടൊക്കെ പിടിച്ചിട്ട് എൻ്റെ കയ്യിലും കൊണ്ട് ദുഷ്ടൻ. നിന്നെ ഇപ്പം ഞാൻ തിരിച്ചു വിടാം. ഇതുണ്ടോ എൻ്റെ കൈ കൊണ്ടിട്ട് കൈയിട്ട് ഇതായി. ആകെ വിഷയമായിട്ടിരിക്കുക. ഇതിനൊക്കെ എടുത്ത് കളഞ്ഞാ, എൻ്റെ കയ്യും പോയി. എടുത്തള ഇവനെ. നിന്നെ എൻ്റെ മേലെ വെച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടേണ്ട അല്ല, കറി വയ്ക്കാനില്ല, സൈസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നിന്നെ തിരിച്ചു വിടുക. കൂട്ടുകാരെ ഒക്കെ അങ്ങനെ അവനെ തിരിച്ചു വിട്ടു. അപ്പം നമുക്കിനി കൊഞ്ചിനുള്ള പരിപാടികൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാവേ. ഇതാണ് പെല്ലറ്റ്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ കൊഞ്ചിനെ വരുത്തുന്നത്. അത് നമ്മൾ കുറച്ച് പെല്ലറ്റ് വാരി ഈ സൈഡും മൂലയിലൊക്കെ ഇങ്ങനെ വാരിയിടും. അതായത് ഈ മീനെ വരുത്താൻ വേണ്ടിയിട്ട്, മീൻസ് കൊഞ്ചിനെ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പെല്ലറ്റ് ഇങ്ങനെ അങ്ങും ഇങ്ങൊക്കെ വാരിയിട്ട് കുറച്ച് സ്പോട്ടുകൾ നമ്മൾ കണ്ടുപോകും. എന്നിട്ട് ഈ പെല്ലറ്റ് വാരിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം ഈ കല്ലിൻ്റെ ഇടയിൽ നിന്നും ബോഡിൻ്റെ ഇടയിൽ നിന്നൊക്കെ അവിടെ എത്തിയിട്ട് അങ്ങനെ ഇരിക്കുന്നതന്നെ നമ്മൾ ടോർച്ചടിച്ച് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഈ പതിയെ ഈ തീറ്റ എൻ്റെ മുന്നിലോട്ട് ഇറക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ആശ പതിയെ സാധനം എടുത്ത് പിഴുങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ഹുക്ക് ചെയ്ത് പിടിച്ച് കയറ്റുന്ന ആ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ എത്രത്തോളം വിജയകരമാകുമെന്നുള്ളത് ഇനി കണ്ടറിയണം. എന്തായാലും വിജയിക്കും, കാര്യം നമ്മളിങ്ങനെയാണ് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോയിൽ എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് കണ്ടറിയാം. ഗോയ്സ്, നമ്മുടെ പ്രവീൺ ദേ ഇവിടെ ഒരു കൊഞ്ചിനെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായിരുന്നത് അത്, എല്ലാ സൈഡിലോട്ടാളിയാണ് കയറിയത്. അത് അങ്ങോട്ടാണ് കയറിയത് കേട്ടോ. ആ ഓക്കെ. അപ്പം നീ ഇവിടെ ഇരുന്ന് എന്തോ പെല്ലറ്റ് ഇടണോ അവിടെ? പിടിച്ചോ, ഒന്ന് പിടിച്ചോ. അവിടെ കുറച്ച് പെല്ലറ്റ് ഇട്ട് കൊടുത്തേക്കാം. അവിടെ കൊഞ്ചിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടതിന്. ഞങ്ങൾക്ക് ഒരെണ്ണത്തിന് കിട്ടി. എന്തോടാ? ഓഹോ, വീട്ടിനൊരു കരിമീൻ മിസ്സായി. കിട്ടിയില്ല, മിസ്സായി. ഇവിടെ ഒരു കൊഞ്ചിനെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് തൂളി. എല്ലാവരും കരയ്ക്ക് കയറിയിട്ട് നമുക്ക് സ്ലിം ഷോട്ട് അടിക്കാം. എന്തായിരുന്നു അവിടെ കണ്ടൊരെണ്ണം നിൽപ്പുണ്ടായിരുന്നു. ആ ദാഹിക്കുന്നു. അതല്ലേ? അല്ല. ആ മിസ്സായി. അപ്പം ഗുയ്സ്, നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കാര്യം നിങ്ങൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നട്ടപ്പാരയ്ക്കൊക്കെ ഈ പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്.
എടുത്തെടുത്ത് അടിച്ചടിച്ചടിച്ചടിച്ച് ഉയ്യൂല അതിനകത്ത് കുരുങ്ങിയോ ആ ടോർച്ച് ഒന്ന് വെച്ചാ ചെറുതോ വലുതോ നമുക്ക് വീഡിയോ മെയിനാണ് മുഖ്യം ഇങ്ങോട്ട് വീഡിയോ മുഖ്യം ബിഗിലേ സാധനം അടുത്ത സാധനം അവിടെ കയറിയിട്ടുണ്ട് ആണ്ടേ പതിയെ എടുത്താൽ മതി കേട്ടോ ആ ചെറുതോ വലുതോ ഇതാണോടെ ചെറുത് ഇതാണോ ചെറുത് ഇത്ര ഉള്ളത് മതി നമുക്ക് കുറച്ച് ഇങ്ങനെ കരയിലോട്ട് കയറ്റിയിട്ട് ഇനി വെട്ടിത്തെറിച്ചത് ദൂരെ എങ്ങാനും പോയിട്ട് എനിക്ക് വയ്യ കണ്ടോ കണ്ട എത്ര വെട്ടത് നാടെ അടുത്ത നമ്മുടെ ചെമ്മീൻ എന്തോ ഞൊരയുമ്പോഴത്തേക്ക് വരുന്നു നിൻ്റെ വായി അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എടാ അന്ന് നമ്മൾ പറ്റിച്ചൊന്നും ഇത് ഇല്ലല്ലേ ഇതിനങ്ങനെ പാടും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം കണ്ടല്ലോ താണ്ടേ അടുത്തവന് അങ്ങനെ രണ്ടാമത്തേനെ നമ്മൾ വിജിത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ കൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് ഈ പരിപാടി ഇപ്പം പറ്റൂല. കാര്യം ഇന്ന് നമ്മൾ മറ്റേ സെൽഫി സ്റ്റിക്കാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടൊന്നും നടക്കില്ല. കയ്യിലിതെല്ലാം നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. പ്രവീണേ നീ അങ്ങനെ ഇരുന്നു, നിൻ്റെ ചോട്ടിൽ നിന്ന് അവനെ ഇതിനെ പിടിച്ചോണ്ട് കേട്ടോ. നീ അങ്ങനെ നമുക്ക് അവിടെ കൊണ്ടിട്ട് കവറിനകത്തോട്ടാക്കാം. ആണ്ട കൊണ്ടുവന്ന് ചേർക്കാൻ ഈ ചൂണ്ട എന്നിട്ടാ. അപ്പം ഇനി എവിടെയും ഓപ്പറേറ്റ് ചെയ്യാൻ അകിൽ വേണം. അതാ കൈ രണ്ടും മാറ്റി വെച്ചില്ലെങ്കിലേ ഇവൻ കയറി ഇറുക്കി കളയും. തലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ചോളാം. എന്നിട്ട് ഉരില്ലേ ഉരി എടുത്ത് ചക്കി കയറ്റു. ഓക്കെ അടുത്ത് ചാക്കിലിട്ടോ. ഗോയ്സ് ഇവിടെ ഞങ്ങളൊരു ചേറാൻ്റെ കുട്ടിയെ കണ്ടു വേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കാണാനൊന്നും പറ്റില്ല, അത് വേറെ സത്യം. എൻ്റെ അടിയിൽ നിൽപ്പുണ്ടടി. നമ്മൾ കണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാര്യം ഈ സൈഡ് പറ്റ മറ്റ് മീനുകളുണ്ട്. അപ്പോൾ അവത്തങ്ങൾ വന്നിട്ട് ഈ നമ്മളിടുന്ന പെല്ലറ്റ് എല്ലാം കഴിക്കും. അപ്പം കൊഞ്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ റൗണ്ട് ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വന്നാലും ഇവൻ കഴിച്ചു കഴിഞ്ഞിട്ട് മത്തടിച്ച് അവിടെ കിടന്നോളും. അങ്ങനെയാണ് നമ്മൾ കൊഞ്ചിനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്ത് പിടിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ലിംഗ് ഷോട്ട് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഈ സൈഡ് പറ്റും എല്ലാം നല്ല മുഴുത്ത കരിമീനും തൂളിയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അവത്തങ്ങളെയും കൂടെ പിടിക്കാലോ എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയേക്കുന്നത്. പാളിയൽ നീ നാറും അവിടെ ഇങ്ങനെ ഒരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. എന്ത് അതെ അതാണ് പോയി അടുത്തടുത്ത് നിൽക്കുന്നു. എന്താ ഇത് മുന്നോട്ട് മാറുന്നത് കാണുന്നുണ്ടല്ലോ. എല്ലാ അടിയും പാളി പോവാ. ഉന്നമില്ലാത്തവൻ ഉണ്ടോടാ. എന്താ സംഭവം? ഉടക്കി ഇടയിലുണ്ട് കയറ്റിയല്ലേ. പാറയുടെ അടിയിലായി പോടാ. എന്തുവന്നറിയത്തില്ല. പാറയുടെ അടിയിലാണ്, പക്ഷേ നല്ലപോലെ അടിയിലായി പോലെ. മറ്റേ നമ്മുടെ ഇത് വെച്ചിട്ട് അങ്ങനെ വരുന്നില്ല. സാധനം അതിൻ്റെ അടിക്കകത്ത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി കയറ്റി കളഞ്ഞു. പാറയുടെ ഇടയ്ക്ക് കയറ്റി. അതാ ഇത് ചെയ്യും ആണോ ഉറപ്പാന്നോ? കാര്യം പോള് സഹിതം പിടിച്ചങ്ങ് താത്തായിരുന്നു ഈ സാധനം. പൊട്ടിക്കല്ലേടാ. അവൻ ഇറങ്ങിയെടുക്കാന്ന് പറഞ്ഞല്ലേ. പോള് സഹിതം പിടിച്ച താത്തോണ്ടങ്ങ് പോടാ.
ഗുയ്സ് അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് എഞ്ചിൻ പെരയിൽ മറ്റേ മോട്ടർ ഓണാക്കിയിട്ടേ വെള്ളമെല്ലാം ഇങ്ങോട്ട് അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വെള്ളം മൊത്തം നന്നായിട്ട് കലങ്ങി, പിന്നെ ഒന്നിനും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ചിട്ടും വലിയ രീതിയിലൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത്. ആകെ 2 കൊഞ്ചിനെ കിട്ടിയുള്ളൂ. പിന്നെ കുറേ കുറുവ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ നമ്മൾ ഇൻട്രോ എടുത്ത ടൈമിലാണ് കുറുവൊക്കെ അടിച്ചത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. ഗുയ്സ് വേണ്ട ഇവന്മാർ 2 പേരെയാണ് നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. പിന്നെ കുറേ കുറവുണ്ട്, അത് കാണിക്കാം. ഇവന്മാർ 2 എണ്ണത്തിനാണ് നമുക്ക് മരിച്ചു കിട്ടിയത്. ആ വേണ്ടേ ഇതിൽ കുറേ കുറവ് കിടപ്പുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് അടിച്ചിട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് തണ്ട ഇവനെ അടിച്ചത്. മിണ്ടായിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണത് ഇവനെ നമുക്ക് അടിച്ചിട്ടത്. സൂപ്പർ സാധനം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ.